വ്യാജ ബോംബ് ഭീഷണി കേസ് പ്രതി ശ്രീനിവാസ് ലൂയിസിനെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യും. മൈസൂരു സ്വദേശിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം മുംബൈ പോലീസ് ആരംഭിച്ചു. ജനങ്ങളെ പരിഭ്രാന്തരാക്കി നിർവൃതി അടങ്ങുന്ന രീതിയാണ് ശ്രീനിവാസ് ലൂയിസ് പിന്തുടർന്നു വന്നതെന്നാണ് നിലവിൽ ഡൽഹി പോലീസിന്റെ അനുമാനം. 1100-ലധികം വ്യാജ ബോംബ് ഭീഷണികളാണ് ഇയാൾ വിവിധയിടങ്ങളിലായി ഉയർത്തിയത്. മൈസൂരുവിൽ നിന്ന് പിടിയിലായ 47-കാരൻ ശ്രീനിവാസ് ലൂയിസിനെതിരെ പല സംസ്ഥാനങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ മുംബൈയിൽ എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് മുംബൈ പോലീസ് ശ്രമിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ലൂയിസിനെ മുംബൈ പോലീസിന് കൈമാറുന്നതിന് മുൻപ് ഡൽഹി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഒരു സൈക്കോപാത്ത് എന്ന് സംശയിക്കുന്ന ശ്രീനിവാസ് ലൂയിസിന് മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നാണ് പോലീസ് തേടുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഡൽഹിയിൽ ലഭിച്ച ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലൂയിസിനെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2023 മുതൽ മുംബൈ പോലീസിന് ലഭിച്ച ബോംബ് ഭീഷണികൾ അവരും അന്വേഷിക്കുന്നു. ശ്രീനിവാസ് മുൻപും വ്യത്യസ്ത ഐഡികൾ ഉപയോഗിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണിത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ലൂയിസിനെ ചോദ്യം ചെയ്യും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.